ടി വി ഒരു പത്രമാണോ? ആ പത്രം വായിക്കുന്നതിന് വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചരമം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചരമ വാർത്ത ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ, 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് ഉറക്കാത്തവന്മാരാ ആ ദ്വീപ് നടത്തുന്നത്. മനസ്സിലായില്ലേ? പി സി ജോർജിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹം നിലപാടൊക്കെ പിന്നെ പരിശോധിച്ച സുനിൽ പറഞ്ഞതുപോലെ അങ്ങനെ കാര്യമായ സ്റ്റാൻഡൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിൽ ഒരു സെൻട്രലൈസ്ഡ് ക്യാരക്ടറായിട്ട് നിർത്തിയിട്ട് ചർച്ച ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും എത്രമാത്രം യുക്തിയുണ്ടതിൽ? ഇപ്പം നമ്മളതിനെ ഒന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പി സി ജോർജ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് പറഞ്ഞു എന്നല്ല. അന്നേരം ഈ സംഘപരിവാർ ശക്തികളുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്നാണ് കുറച്ചുകൂടെ ഒരു ബ്രോഡർ ക്യാൻവാസാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ പി സി ജോർജിനെയും മകനെയും ഈ ഒരു കത്തോലിക്ക സഭാംഗമായി ഇവരെ ആ പാർട്ടിയിലേക്ക് എടുക്കുന്നു. അതുപോലെ അവരുടെ തന്നെ ഏറ്റവും സെൻട്രൽ ട്രാവൻകൂർ മേഖല, അതായത് ബി ജെ പിക്ക് യാതൊരു കാരണവശാലും കടന്നു കയറാൻ വയ്യാത്ത ആ മേഖലയിൽ ഒരു കത്തോലിക്ക സഭാംഗത്തിലൂടെ അവർ ലാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം അവർ നടത്തുന്നു. അവർ കൃത്യമായി ഇവരെ മുന്നിൽ നിർത്തി ഇവർ ഈ ഓപ്പറേഷൻസ് നടത്തുന്നു. അന്നേരം അവർ കൊടുക്കുന്ന കീ അനുസരിച്ച് കൊടുക്കുന്ന വെറും പാവകൾ, തെറിവിളിയിടാന്ന് പറയുമ്പം തെറി വിളിക്കുക, ആ തെറി വിളിച്ചവനെ അടുത്ത ദിവസം അവന് മാപ്പ് പറയുക എന്ന് പറയുമ്പോൾ മാപ്പ് പറയുക, പിതാവെന്ന് വിളിച്ച വാക്ക് കൊണ്ടതിന് അടുത്ത ദിവസം പറയുക എന്ന് പറയുമ്പോൾ അന്നേരം ഇത് ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ? ടോള് കൃത്യമാണ്, അവരെ കണ്ടെത്തിയ പി സി തന്നെ കറക്റ്റാണ്. അതെ അതെ. അന്നേരം i2 ന്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുന്ന, അല്ലാത്ത ഈ വാവോയ കോടാലീസ് പി സി ജോർജും മകനും എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഇവരെ കൊണ്ട് ആരാണിത് പറയിപ്പിക്കുന്നത്? ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇതിലൂടെ ഇതൊരു സംശുദ്ധമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളരെ അപകടകരമായ ഒരു പോക്കാണ് എന്ന ഒരു വാണിംഗ് ആണ് i2 ന്യൂസിലൂടെ നമ്മൾ നൽകുവാൻ. പി സി ജോർജിൻ്റെ ഇക്കാര്യത്തിലെ ഇലക്ഷന് മുൻപും ശേഷവുമുള്ള നിലപാടുകൾ ശ്രദ്ധിച്ചാൽ വലിയ വൈരുദ്ധ്യങ്ങൾ കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ട്? അതെ അതെ. ഇപ്പോൾ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇതുപോലൊരു അവസരവാദിയായ ഒരു രാഷ്ട്രീയക്കാരൻ. അന്നേരം പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം എത്ര പാർട്ടി മാറി, അവസാനം സ്വന്തമായിട്ടൊരു ഒരു പക്ഷവുമില്ലാതെ ജനപക്ഷം എന്ന് പറഞ്ഞു നിന്നു. അവസാനം ഇത് ബി ജെ പി പക്ഷത്തിലേക്ക് പോയി. അന്നേരം ബി ജെ പി അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘം ഈ പി സി ജോർജിനെ അവരുടെ പക്ഷത്തിലേക്ക് എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പോത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഉപയോഗിച്ച്, അതായത് ഒരു പോത്തിനിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ്, അതായത് മാടിനെ കൊണ്ടുപോകുന്ന നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാരണം ഒരെണ്ണത്തിന് അടിച്ചാൽ എല്ലാം കൂടെ കൂടിയോടും, അതുപോലെ അഴിക്കാൻ പറ്റാത്ത ഒരു ഒത്ത പോത്ത് എന്ന നിലയ്ക്കാണ് അവർ പി സി ജോർജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് കറക്റ്റായി. അങ്ങനെ അവർ പി സി ജോർജിനെ എടുത്ത് അവരുടെ പാട്ടിലേക്ക് ആക്കിയിട്ട് പി സി ജോർജ് പിന്നെ അരമന വഴി പിതാവേ എന്നെല്ലാം പറഞ്ഞ് ഇവിടെ കയറി പിതാക്കന്മാരുടെ ആശയങ്ങളെല്ലാം മകനുമുണ്ട്. ഇപ്പോൾ അത് വാല് പോലെ മറ്റേ നമ്മൾ ഇതിൻ്റെ കൂടെ ഗ്രേവിയും കൂടെ പോകുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് മകനും വാലായിട്ട് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഈ പിതാക്കന്മാരുടെ അരമനയിലെല്ലാം കയറി പിതാക്കന്മാരുടെ ആയിട്ടെല്ലാം ഒരു ഇതാക്കി അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുക. ഈ കത്തോലിക്കനും ഒരു ഐത്തം കൽപ്പിക്കേണ്ട ആവശ്യമില്ല ബി ജെ പിയോട്. അങ്ങനെ കത്തോലിക്കനും അടുക്കുന്നു. അന്നേരം അങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ അടുപ്പിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടൊക്കെ അവർ കരുതി. അങ്ങനെ ഇവർ ആ ഘട്ടത്തിൽ ആദ്യമേ ഒരു ലൈസൻസ് വർക്കൊക്കെ ചെയ്തു. അന്നേരം അന്നേരം അവർക്കും പിന്നീട് തോന്നി, എടാ ഇത്രയും കാലം ഞങ്ങൾ കത്തോലിക്ക സഭയെയും ക്രൈസ്തവ സഭയെയും സംബന്ധിച്ചാൽ ഇതുപോലെ അവസരവാദികളായിട്ടുള്ള വേറെ പ്രസ്ഥാനങ്ങളില്ല. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഗാന്ധിജിക്കെതിരെ ഇവർ നിന്നു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ കോൺഗ്രസിനൊപ്പം നിന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പുതിയൊരു വിഭാഗം ബി ജെ പിയുടെ ഒപ്പം അവർക്ക് പ്രശ്നങ്ങൾ. അന്നേരം ആ അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു നിലപാട്, അന്നേരം സഭയും ഏതാണ്ട് ആ മോഡിലേക്ക് വന്നു. 57 പിന്നെ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വിമോചന ശ്രമം നടത്തിയത് വടക്കടക്കമുള്ള കത്തോലിക്കരാണ്. അതെ അതെ. ഇന്ന് അവർ പിന്നീട് അതിനുശേഷം നമ്മൾ കാണുന്നത് പിണറായി ഞങ്ങളുടെ പോപ്പായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ അവരുടെ സഭാധ്യക്ഷൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് പി സിയെ സംബന്ധിച്ചിടത്തോളം പി സി പോലും സത്യം പറഞ്ഞ ടിപ്പ്, കാരണം ഇത് പി സി അവരൊരു ടൂളായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു. അന്നേരം സംഘപരിവാറിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാർ അങ്ങനെ പെട്ടെന്നൊന്നും ഇവന്മാരുടെ വോട്ട് ലഭിക്കത്തില്ല, ഒരു വിരട്ട ആവശ്യമാണെന്ന് കരുതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ FCRA നിയമ ഭേദഗതി ബില്ല് എന്നൊരു സാധനം ഇവന്മാരെടുത്തൊന്ന് വീശി കാണിച്ചു. അന്നേരത്തേക്ക് ഇവിടെ ബിഷപ്പുമാരെല്ലാം ഹാലടക്കി കാറി കൂവി ബഹളം വെച്ചു. അന്നേരം പി സി ജോർജിനെ പതുക്കെ കളത്തിലിറക്കി. പി സി ജോർജ് പറഞ്ഞു, പിതാക്കന്മാരെ കിടന്ന് നിലവിളിക്കുന്നതിന് കണക്ക് ചോദിക്കുന്നതിന് എന്താ തെറ്റ്, കൊടുക്കുന്നതിന് എന്താണെന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഈ ബിഷപ്പുമാരെ അവമാനിച്ചെന്ന് വന്നപ്പോഴത്തേക്കും പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നും ഇല്ലാത്ത നിലപാടില്ലാത്ത പി സി ആയതുകൊണ്ട് സഭാപിതാക്കന്മാരുടെ മാപ്പ് പറഞ്ഞ് പത്തി താത്ത് നിന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. അങ്ങനെ
ഇപ്രകാരം ഇവിടെ വലിയൊരു വിഷയമുണ്ട്, ഇത് പ്രതിപക്ഷം ഏറ്റെടുത്ത് അവരുടെ എം പിമാരെല്ലാം അവിടെ പോകുന്നു എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു ഇവർ അന്നേരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു, ഒരു കാര്യം ചെയ്യണം, വോട്ടെല്ലാം ഞങ്ങൾക്ക് ചെയ്യണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉറപ്പാക്കിയ ശേഷം ഇവരെന്ത് ചെയ്തു, പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചില്ല, എടുത്ത് മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പ് അതെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ഥിതി വിവരക്കണക്കുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി, ഇടാ പണി പാളി, ഈ പള്ളി തന്തന്മാരും ഈ ബിഷപ്പുമാരും ഒക്കെ പറയുന്നതനുസരിച്ച് ക്രൈസ്തവർ വോട്ട് ചെയ്തിട്ടില്ല, ഇത്തവണയും തങ്ങളുടെ അവസ്ഥ പഴയതാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പി സിക്കും മോനിട്ടുമെല്ലാം പതുക്കെ ഇവന്മാർ പതുക്കെ ചൊറിഞ്ഞു തുടങ്ങിയപ്പോൾ സഹികെട്ടാണ് ഈ പി സിയും മകനും കഴിഞ്ഞ ദിവസം വന്ന് ഈ ഇവന്മാരുടെ ഈ പിതാക്കന്മാരെന്ന് പറയുന്നവന്മാർ പച്ചയ്ക്ക് ചീത്ത വിളിച്ചത്. പിതാവെന്ന് വിളിക്കുന്ന വാക്കുകൊണ്ട് തന്നെ ഇവന്മാർ മറ്റേ മോനെ എന്ന് വിളിച്ചു. ഏതാണ്ട് അതേ മാർഗത്തിൽ തന്നെ പി സിയുടെ വിത്തായ ഷോണും പറഞ്ഞു. പിതാക്കന്മാരുടെ ലേബലിൽ ചില ആളുകൾ ഇവിടെ യു ഡി എഫിന് വേണ്ടിയും ചില വ്യക്തികൾക്ക് വേണ്ടിയും വിടുപണി ചെയ്യാൻ, അതിനെ നിയന്ത്രിക്കാൻ ഇനി സഭയ്ക്ക് കഴിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഇന്നലെ തന്നെ എന്നോട് ചോദ്യം, ഇന്നലെ രാവിലെ പത്രം വന്നു, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCR മാറ്റി വെച്ചത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇതിനകത്ത്, അതും രാജ്യസുരക്ഷയ്ക്ക് ബാധകമായ ഒരു വിഷയത്തെ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, എന്നിട്ടും ചെയ്യുന്ന ഇതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയുന്നത്? സഭയ്ക്ക് വേണ്ടി സഭയുടെ വക്താവ് എന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമ്മളെപ്പോലുള്ളവർ വലിയ പ്രതിസന്ധിയിലായി പോകും, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. സഭയല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്, സഭയുടെ പേരിൽ കുറേ ആളുകൾ നടത്തുന്ന ഈ കോപ്രായങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. അതാണ്, അതിന് സഭ ഇനി കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ഞാനും സഭാംഗമാണ്, ഞാൻ BJP-കാരനാണ്, സഭയിൽ BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPM-മാരുണ്ട്. ഇപ്പം NS പറയുന്നത് സമദൂരം എന്ന് പറയുന്നത് ശരി ദൂരവും സമദൂരമായിരിക്കണം. അല്ലാതെ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ദീപിക ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് വലിയ രീതിയിൽ അത് എല്ലാവരെയും ബാധിക്കും, എന്നെ ബാധിക്കും, സഭയും ബാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്, ഞാനും UDF-ഉം LDF-ഉം. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈയനെ മെത്രാന്മാരെ തള്ളിപ്പറയും, ഒരു സംശയം വേണ്ട. ബോധം വിവരം വേണ്ട ഇവനൊക്കെ. സഭ നമ്മുടേതാ, മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആര് പറയും സഭ മെത്രാന്മാരാ സഭയെന്ന്? സഭയെ മെത്രാന്മാരുമായിട്ടല്ല. സഭയിലെ അതായത് ഇപ്പം ഒരു പട്ടം കിട്ടിയാൽ ആൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്, അച്ഛനെ. ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനായി, അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ഇവന്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. ഈ മെത്രാന്മാർ ഈയനെ മൂളത്തരം കൊണ്ട് നടക്കാൻ പാടില്ല, അത് ശരിയല്ല, ആ നടപടി തെറ്റാണ്. ഏത് പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കുന്ന അമിത്ഷാ പറഞ്ഞു, റിജ്ജു പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, എന്നിട്ടും പോരെ പിന്നെ ആരാ പിന്നെ മെത്രാന്മാരുടെ കാരണന്മാരും ഒന്നും പറയണം? നിങ്ങൾ മനസ്സിലായില്ല. സഭയ്ക്ക് വേണ്ടെന്നോ? ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട, സംശയം വല്ലതും ഉണ്ടോ? അവരെന്നാ കുന്തം പണിയാനാണ്, അവരെന്നാ പണിയാനാ? യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ കൂതാശ മാഫിയകളാണ്. കാരണം ഇപ്പോൾ ചെകുത്താനും കടലിനും നടുക്ക് എന്ന് പറയുന്ന പോലെ, എന്നിട്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി VD സതീശൻ എന്ന പ്രസ്താവനയുമായി വന്നു, രമേശ് ചെന്നിത്തല പ്രസ്താവനയുമായി വന്നു. പക്ഷേ സംഗതി എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. ED അടക്കമുള്ള ദേശീയ ഏജൻസികൾ ഇവരുടെ കയ്യിലാണ്. ഇവന്മാർ ഇത്രയും കാലം കാട്ടിക്കൂട്ടിയ തട്ടിപ്പുകളുടെ 10,000-കണക്കിന് കോടികളുടെ ക്രയവിക്രയങ്ങളും തട്ടിപ്പുകളും എല്ലാം വിശദാംശങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അന്നേരം ഉടൻ തന്നെ ഇവർ ഇപ്രകാരം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർക്ക് ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൈസ്തവ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട, അവർ ഇപ്രകാരം ഒരു FCRA ഭേദഗതി ബില്ല് കൊണ്ടുവരും. അതോടൊപ്പം ഈ അക്കൗണ്ടബിൾ ഈ ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ബോർഡ് തന്നെ, ഒരു കേന്ദ്രീകൃത ഒരു ബോർഡ് തന്നെ, ദേവസ്വം ബോർഡ്, വഖഫ് ബോർഡ് പോലുള്ള ഒരു ബോർഡൂടെ രൂപീകരിക്കുവാനുള്ള, ഇതിന് തൊട്ടു പിന്നാലെ അപ്രകാരം ഒരു ബോർഡൂടെ രൂപീകരിക്കും. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ല, അക്കാര്യത്തിൽ ഞാൻ സുനിലിനൊപ്പം ചേരുന്നുണ്ട്. കാരണം ഇവരെ ഹിന്ദുക്കൾക്ക് നിയന്ത്രിക്കാൻ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ, മുസ്ലിങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒരു ബോർഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്രൈസ്തവരായിക്കൂടാ? അത് തീർച്ചയായും ഞാൻ സുനിലിനോട് വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. ഈ മനുഷ്യന്റെ ഒരു ലൈംഗിക വിചാരം എന്ന് പറയുന്നത് അവൻ്റെ ഒരു ഇറ്റ്സ് ലൈക്ക് എ ഫുഡ് ആൻഡ് വാട്ടർ, ഒരു മാനുഷികമായ ചോദനകളാണ്. അന്നേരം ഇതിനെ നിയന്ത്രിച്ച് പ്രകൃതി വിരുദ്ധമായ ജീവിതം നയിക്കുന്ന ഇവന്മാരുടെ കാട്ടിക്കൂട്ടുകൾ, അതായത് ഈ നേർച്ചപ്പണത്തിൻ്റെയും FCRA ഫണ്ട് കൊണ്ടുവന്ന് 10,000-കണക്കിന് കോടികൾ കിടക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, പയസ്റ്റൻത് കോൺവെൻറ്റിൽ 30 വർഷത്തിന് മുമ്പ് പയസ്റ്റൻത് കോൺവെൻറ്റിൽ ഒരു രാത്രി ഈ പാതിരി ഒരു കന്യാസ്ത്രീയെ പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട അഭയ് എന്ന് പറയുന്ന ആ ഒരു കന്യാസ്ത്രീയെ തലക്കടിച്ച് കൊന്ന് ഇവന്മാർ കിണറ്റിലിട്ടു. ആ ഒരു നിസ്സാരം ഒരു കേസിന് വേണ്ടി ഏതാണ്ട് 500 കോടി രൂപയാണ്
ഈ കൊച്ചു, അതായത് ഇവന്മാരെല്ലാം കൂടെ ചവിട്ടി കയറ്റി കഴിഞ്ഞാൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റാത്ത ഒരു ചെറിയ കത്തോലിക്ക സഭയുടെ ജ്ഞാനായ കത്തോലിക്ക സഭയിൽ പെട്ട ഈ ഇവർ മുടക്കിയതെന്ന് മനസ്സിലാക്കണം 500 കോടി രൂപയ്ക്ക് എടുത്താൽ. എന്നിട്ട് അവരുടെ അടുക്കളക്കാരിയായ അച്ചാമ്മയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് ഹരീഷ് സാൽവ പോലെയുള്ള പ്രമുഖരായ അഭിഭാഷകരാണ്. അതുപോലെ തന്നെ അന്ന് ഈ പറയുന്ന കന്യാസ്ത്രീ എന്ന പേര് നടന്നിട്ട് അവസാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നമ്മുടെ നടൻ ജഗദീഷിന്റെ ഭാര്യയായിരുന്ന ഡോക്ടർ രമയാണ് അത് കണ്ടുപിടിച്ചത്. ഇവർ ഹൈമിനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലൂടെ കൃത്രിമ കന്യാചർമ്മം പഠിപ്പിച്ചു. അതിന് എത്ര കോടി രൂപ സ്പെൻഡ് ചെയ്തു? അന്നേരം ഇതുപോലെയൊക്കെയുള്ള വിശ്വാസികളുടെ നേർച്ചപ്പണവും ഇതുപോലെ FCRA വഴി കൊണ്ടുവന്നേക്കുന്ന ഈ പടവുമെല്ലാം കന്യാചർമ്മം വെച്ച് പിടിപ്പിക്കുവാനും ഈ പള്ളിത്തന്തന്മാരുടെ ബലാത്സംഗ കേസുകൾ ഒതുക്കി തീർക്കുവാനും ഒന്നോർത്തൊക്കെ യാതൊരു നാണവും മാനവുമില്ലാതെ ഈ ഫ്രാങ്കോ എന്ന് പറയുന്ന ബിഷപ്പ് അഫിഡവിറ്റ് കൊടുത്തേക്കുകയാണ്. 13 തവണ പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത് എന്ന്. ഇത് പൗരോഹിത്യത്തിനകത്ത് ബ്രഹ്മചര്യം എന്ന് പറയുന്ന അനുഷ്ഠിക്കേണ്ടുന്ന ആളാണ് സുപ്രീം കോടതിയിൽ. എന്നിട്ട് ഇതൊക്കെ വായിച്ച് ജഡ്ജിമാർ വരെ ചിരിക്കുന്ന ജഡ്ജിമാർ തന്നെ ഓർക്കത്തിലേടാ ഈ പണം. അന്നേരം ഇതുപോലെ അവിടെ ഒരു കൂട്ടിച്ചേർക്കലിന് ശേഷം ഞാൻ തിരിച്ചു വരാം. അതായത് അഭയ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് എൻ്റെ ഒരു പെട്ടെന്നൊരു ഓർമ്മ ശരിയാണെങ്കിൽ 10-22 കന്യാസ്ത്രീകൾ കണക്ട് വീണ് 74 പേരുടെ ലിസ്റ്റ് ഞങ്ങൾ i2 ന്യൂസ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാരെ കണക്ട് വീഴാത്തത്? ഒരൊറ്റ അച്ഛൻ. അതാണ് വിശ്വാസികൾ ചോദിച്ചു തുടങ്ങേണ്ട ചോദ്യമാണ്. നിരവധി കന്യാസ്ത്രീമാർ പാറമടയിൽ വീഴുന്നു, കിണറ്റിൽ വീഴുന്നു, ഫാനെ തൂങ്ങുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ ചെറിയ രീതിയിൽ കിണറ്റിൽ വീണാലും വീണ് അച്ഛന്മാരും വീണ് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇനിയും അച്ഛന്മാരും ഈ അമ്മമാരും താഴേക്കുള്ള അച്ഛന്മാർ വീഴുന്നില്ല. അതെ, അന്നേരം ഈ കർത്താവിന്റെ മണവാട്ടിമാരെ വെപ്പാട്ടിയാകാതിരിക്കണമെങ്കിൽ, ഈ പറയുന്ന പ്രസ്ഥാനം നശിച്ചു പോകാതിരിക്കണമെന്നെങ്കിൽ യുവമാരെ കൊണ്ട് ഇത് പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ, ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ 10 വയസ്സുകാരനായ ഒരുത്തനെ പിടിപ്പിച്ച 67കാരനായ ഒരു പാതിരിയെ അറസ്റ്റ് ചെയ്ത സാധനം ഈ വാർത്ത നമ്മൾ കൊടുത്തു. അത് ഫോളോ അപ്പ് ചെയ്തവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിടുന്നത് വരെ നമ്മളിത് ഫോളോ അപ്പ് ചെയ്തു. ദുഃഖവെള്ളിയാഴ്ച പീഡനം, ശനിയാഴ്ച ഇവനെ തപ്പിപ്പോകുന്നു, ഉയർപ്പിൻ്റെ അന്ന് ഇവനെ അറസ്റ്റ് ചെയ്യുന്നു. എന്ത് ഗതികേടാന്ന് ഓർത്തേക്ക്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന ഇതിലൊരു ഹിന്ദുത്വ അജണ്ട ഇല്ല. അതായത് ഈ ഒരു വിഷയത്തിൽ പലരും അത്തരത്തിലാണ് സമീപിക്കുന്നത്. അല്ല, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് നമുക്ക് i2 ന്യൂസിന് പറയുവാനുള്ളത്, അല്ലെങ്കിൽ ഈ ചർച്ചകളിലൂടെ ഈ ക്യാമ്പയിലൂടെ നമുക്ക് പറയുവാനുള്ളത്, ഒന്ന്, ഇത് പള്ളികൾ പിടിച്ചെടുക്കുവാനുള്ള സംഘപരിവാർ അജണ്ടയല്ല. ഇത് പിടിച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും അപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അല്ല, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയെ അമെൻഡ് ചെയ്യാത്തടത്തോളം കാലം ഇവിടെയുള്ള മതവിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഈ രാജ്യവിരുദ്ധമായ ശക്തികളുടെ നിന്നും ഫണ്ട് കൊണ്ടുവന്ന് ഇത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും നശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പാരലൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തരമെന്ന ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഈ പണങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ പ്രസ്ഥാനങ്ങൾ വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇത് പോകാനും പാടില്ല. യാതൊരു കാരണവശാലും ഈ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പിടിച്ചെടുക്കുവാനോ അവരുടെ ആരാധനയങ്ങൾ പിടിച്ചു പറിക്കുവാനോ ഒന്നും അത് സാധ്യമല്ല, അനുവദിക്കുകയുമില്ല. എന്നാൽ കണക്കുകളിൽ സുതാര്യത വേണം, നിയന്ത്രണം വേണം. പക്ഷേ സോലി പറഞ്ഞതിനോട് ഇപ്പോൾ എനിക്ക് ഒരു തരം ക്ലാരിറ്റി വന്നു തുടങ്ങി. അതായത് യഥാർത്ഥത്തിൽ ഇവർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളെയാണ് സംഘപരിവാർ പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത് കലാപങ്ങളിലും. പക്ഷേ മുസ്ലിങ്ങൾ വലിയ തോതിൽ ഈ ബില്ലിനെ എതിർക്കുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ട് സീറോ മലബാർ സഭ അടക്കമുള്ള സഭകളിനെ എതിർക്കുന്നു? യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് പരസ്യമായി ഏറ്റുമുട്ടുകയും ഇരയാക്കപ്പെടുകയും ചെയ്യുന്ന പലപ്പോഴും മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികൾ. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഹാരി ചോദിച്ചത്. അതായത് എന്തുകൊണ്ട് മുസ്ലിം സമുദായവും ഹൈന്ദവ സമുദായവും മറ്റ് സമുദായങ്ങളും ഇതിനെ എതിർക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ജൈനയുണ്ട്, പാഴ്സിയുണ്ട്. അതെ, അതിനുള്ളൊരു സുപ്രധാന കാരണം എന്ന് പറയുന്നത്, ഇത് ശതമാനക്കണക്കിൽ പറഞ്ഞാൽ 2.5% താഴെയുള്ളെങ്കിൽ പോലും കാലാകാലങ്ങളായി ഇവർ ഭരണകൂടത്തോട് ഏറ്റവും ഒട്ടി നിൽക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ. അതെ, അതിന് അവരെ സംബന്ധിച്ചോളം ഭരണം ആരുടെ കയ്യിലാണ്, പദവി ആരുടെ കയ്യിലാണ്, എപ്പോഴും ആ അധികാരവർഗത്തോട് ഒട്ടി നിൽക്കുകയും അങ്ങനെ സർക്കാരിന് സഹായം വേണ്ടുന്ന സമയത്ത് സാമ്പത്തികമായി ആണെങ്കിലും മറ്റ് ഇവരുടെ വിശ്വാസികളുടെ ഇവരുടെ അടിമകളെ ഇറക്കിയുള്ള സപ്പോർട്ടാണെങ്കിലും സർക്കാരിനെ സഹായിക്കുക,
ഇന്ത്യൻ സർക്കാർ തിരിച്ച് ഇവന്മാർക്ക് ചൊറിഞ്ഞു കൊടുക്കുക. ഇതാണ് കാലാകാലങ്ങളായി ഇവിടെ അനുവർത്തിച്ചു വരുന്ന സംഭവം. LDF വന്നാലും UDF വന്നാലും കേരള കോൺഗ്രസ് രണ്ടിടത്തുണ്ടാവും. ഇവന്മാരുടെ ഒരു കഷ്ണം എവിടെങ്കിലും ഇവന്മാർ തിരികെ കയറ്റും. അന്നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫോർമുലയ്ക്ക് മാറ്റം വന്നത് BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. കേരളത്തിൽ തന്നെ നോക്കുക, ഈ KP യോഹന്നാൻ്റെ പൈശാചിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇവരുടെ FCRA ഫണ്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് കോടി ഫ്രീസ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ സകല നേതാക്കന്മാരും നൂറുകണക്കിന് കോടി ഇവന്മാരുടെ കൈപ്പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇലക്ഷൻ ഫണ്ടായിട്ടും അല്ലാതെയും ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ എല്ലാ പാർട്ടികളിലും കൈപ്പറ്റുന്നത് ഈ പൈശാചിക നമ്മുടെ താറാവ് യോഹന്നാൻ്റെ കയ്യിൽ നിന്നാണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ ഈ കായംകുളം കൊച്ചുണ്ണി ചെയ്യുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ വന്ന് ഇവരുടെ ഉദ്ദേശവും ആദർശവും വിചാരധാരയൊക്കെ ഒരു സൈഡിൽ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കാര്യത്തോട് വരുമ്പം കാര്യങ്ങൾ നടക്കുവാൻ ജോർജ് കുട്ടി വേണം. ഇതുള്ളവൻ ഇവനാണ്. അന്നേരം ഇവൻ്റെ കയ്യിൽ നിന്ന് നയത്തിൽ മേടിക്കുകയും അതുപോലെ തന്നെ ഇവന്മാരുടെ ഈ കള്ളപ്പണങ്ങൾ ഒളിപ്പിച്ചു വരുന്ന ഇതിൻ്റെ സോഴ്സുകൾ സപ്ലൈ ലൈൻ ഇവർ അടയ്ക്കുന്നു. അതോടൊപ്പം ഈ കൊണ്ട് വെക്കപ്പെട്ട സാധനങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ ലിക്വിഡിറ്റി ഇല്ലാതാക്കി ഇവനെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതുവരെ ചെയ്തേക്കുന്നത്. അപ്പോൾ സുനിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം, PC ജോർജും മകനുമാണ് ഇതിൻ്റെ ഒരു ഇടനിലക്കാരനെന്നാണോ ചുരുക്കത്തിൽ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, അതായത് ഏത് കൂട്ടത്തിലും ഏത് കൂട്ടത്തിലും അതായത് സ്വന്തം സമുദായത്തെ ഒറ്റിക്കൊടുക്കുവാൻ സാധാരണപ്പെട്ട ഒരു സമൂഹത്തിലും ആരും തയ്യാറാകത്തില്ല. എന്നാൽ ഇതുപോലെ ഈ സർട്ടിഫൈഡ് A ക്ലാസ് തന്തയ്ക്ക് പുറക്കാഴികൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ എന്ന് ഇവന്മാർ മനസ്സിലാക്കി രണ്ട് പേരാ. കേരള ക്രൈസ്തവ സമൂഹത്തിൽ ക്രൈസ്തവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പൂഞ്ഞാർ കേശവനെയും ഈ ചെക്കനെയും ഇവന്മാർ മനസ്സിലാക്കി. ഇവന്മാർ ഒന്നാം തരം പോത്തുകളാണ്. ഇവന്മാർക്കിട്ടാണെങ്കിൽ അടിച്ചാലും വേക്കത്തില്ല, ഒരു നാണവും മാനവും ഇല്ല. നിലപാടുകളായ ഈ പോത്തിനെ രണ്ടിനെയും തന്തയും മോനെയും വാലെ കെട്ടി ഇവൻ്റെ മറ്റേ സാധാരണഗതിയിൽ ഈ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഈ ബോർഡറിൽ ഈ വലിക്കാത്ത ഈ കാളയുടെ ബാക്കിൽ നിന്ന് ഇവനൊരു ഞെരടുണ്ട്. ഒരു പിടി പിടിക്കുമ്പോഴത്തേക്ക് ഇവൻ ചാടി കുത്തി ഇത് കുതിച്ച് പറഞ്ഞു. അതെ, സാധനം മനസ്സിലായല്ലോ. അന്നേരം അതുപോലെ ഈ BJP നേതൃത്വം ചെയ്യുന്നത് ഈ പൂഞ്ഞാർ കേശവന്റെ പതുക്കെ കൈ കൊണ്ടില്ലുമ്പോഴത്തേക്ക് ഇവൻ ചാടി തുള്ളി മറ്റേ ബിഷപ്പന്മാരെ തെറിവിളിച്ചുകൊണ്ട് പോകും. ഈ അപ്പനന്റെ നേരെ കൈ വരുമ്പോഴത്തേക്കും മോനും ആ സൈഡ് വഴി മോനും ചാടും. അന്നേരം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയ സമൂഹത്തിൽ 2 ബഫൂണുകൾ, ഗതികെട്ടവന്മാർ. കഷ്ടകാലത്തിന് ഇനി യുവമാരെങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഈ തന്തയും മോനും ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം യുവമാർ നിരങ്ങാവുന്ന സകല സ്ഥലങ്ങളിൽ ചെയ്തിട്ടാണ് അവസാനം സംഘിക്കൂട്ടിച്ചെന്ന് കയറുന്നത്. ഇനി യുവമാർ എവിടെ പോകും? ഇനിയെന്ന് പറഞ്ഞാൽ ഇനി ഇവരെ പള്ളി കയറ്റുമോ? അതായത് ഇപ്പം ഈ പള്ളിയിലെ കൂതാശ മാഫിയകൾക്കെതിരെ ഈ അപ്പനും മോനും നിന്ന് ആ BJPയുടെ മറ്റേ പിടിയുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഇവന്മാരെല്ലാം പരത്തെറി വിളിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിശ്വാസി സമൂഹം ഈ PCA മോനെയും ഇവനെ ഒന്നും ക്രിസ്ത്യാനിയായിട്ട് ഇവന്മാരാരും കണക്കാക്കത്തില്ല. അന്നേരം ഈ വട്ട് പിടിച്ച ഈ തന്തയും മോനെയും ഇവിടുത്തെ ഉള്ള നല്ല നസ്രാണികളുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാർ 8ൻ്റെ പണി കൊടുത്തു കഴിഞ്ഞാൽ ഈ അപ്പനും മോനും വെളിയിലിറക്കാൻ, അപ്പനും മോനെയും എന്ത് ചെയ്യും, പള്ളി കയറാൻ വയ്യാത്ത അവസ്ഥയാവും. രണ്ടാമത് കഴിയുമ്പോഴത്തേക്കും ഇവന്മാർക്ക് തിരിച്ച് BJP ചെന്ന് കയറാൻ പറ്റൂ? ഇല്ല. അവസാനം ഈ മോനും ഇവനൂടെ സത്യം പറഞ്ഞാൽ പാർവതിയെ അൽഫോൻസ ആക്കി പോലെ ഇവന്മാർ രണ്ടും പഴയ അതെ അങ്ങനെ പോലെ ഇവന്മാർ കർവാപ്പസ് നടത്തി. ഇവന്മാർ പഴയ ഒരു 2 തലമുറ മുമ്പ് ഇവൻ്റെ അപ്പൻ ആരായിരുന്നോ വല്യപ്പൻ ആരായിരുന്നോ ആ ചിലപ്പോൾ പരിപാടിയിലേക്ക് ചിലപ്പോൾ പോയി ഈ കർവാപ്പസിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത ആ അവസ്ഥയിലേക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 9-ാം തീയതി നമുക്കറിയാം ഇവന്മാരുടെ അവസ്ഥ എന്താണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ സംഘപരിവാർ മറ വെച്ചുകൊണ്ട് ഇതിനെ ചെറുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ന്യൂനപക്ഷ വികാരങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ വികാരങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് സുനത എതിർക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ കാണേണ്ടി വരും നമുക്ക് ഈ ഒരു മെത്രാന്മാരുടെ ഒക്കെ ഒരു ആശങ്ക. ഞങ്ങളിതാ ഈ സംഘപരിവാർ ഭരണകൂടം വേട്ടയാടുന്നു, ഞങ്ങൾക്ക് ക്രൈസ്തവർക്കാരുമില്ല എന്നുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു സിമ്പതി പിടിച്ചു പറ്റാനുള്ള ഒരു നടപടിയാണ് മെത്രാന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ITV ന്യൂസിന്റെ ഒരു നിലപാട് അല്ലെ നമ്മൾ പറയുന്ന പറഞ്ഞാൽ, ഒന്ന് ഈ BJP നേതൃത്വം, കേന്ദ്രം ഭരിക്കുന്ന BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേൺ നിലപാടാണ് ഉള്ളതെന്ന കാര്യം അതെ അവരോട് നമുക്ക് പറയാനുള്ളത്, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ശക്തിയാണ്. അന്നേരം ഒരു രാജ്യത്തെ പ്രബല ഒരു സമുദായം, അതായത് ഇവിടുത്തെ ഈ ഹൈന്ദവ സമുദായത്തിൽ നിന്നും മാമോദിസ മുങ്ങിയോ മതം മാറുകയാണ് മറ്റു മതങ്ങളിലെല്ലാം ഇവിടെ നല്ല ശതമാനം ആളുകളും വന്നിരിക്കുന്നത്. അന്നേരം ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അടിമകളാകുക എന്നുള്ളതല്ല. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതാണ് നല്ലത് എന്ന് വിശ്വസിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ കയറി അധികം ഇടപെടാതെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു മെൻറ്റർ റോളിലേക്ക് രാജ്യം മാറുന്നു. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരുടെ മറ്റ് അനുഷ്ഠാനപരമായ കാര്യങ്ങളിലൊന്നും കയറി ഇടപെടാനോ കോളിട്ട് നടക്കാനോ അവർ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുക. എന്നാൽ ഇതിനൊരു നിയന്ത്രണം എന്ന് പറയുന്ന
നിയമപരമായ അവരുടെ എല്ലാ കാര്യങ്ങളിലും ആചാരപരമായ കാര്യങ്ങളിൽ കയറി നിയന്ത്രിക്കുക എന്നുള്ളതല്ല. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും സുതാര്യതയും ഉണ്ടാക്കുക. അതിനുള്ളൊരു കോമ്പിറ്റൻ്റ് ബോഡിയെ രണ്ടു കൂട്ടർക്കും വാങ്ങിയത് ഒരു കോമ്പിറ്റൻ്റ് ഒരു ഏജൻസി അതിനിടയിൽ ഉണ്ടാവണം. അത് സുതാര്യതമാകണം. ഈ പറയുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരിക്കലും ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങളെ ഹനിക്കുന്നതുമാകരുത്, തിരിക്കരുത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ സഭയുടെ അടിമയാന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ രാജ്യം അനുശാസിക്കുന്ന എൻ്റെ മൗലികാവകാശങ്ങൾ എൻ്റെ സഭയുടെ ചില ആചാരങ്ങൾ കൊണ്ട് ഹനിക്കുന്നുണ്ടെങ്കിൽ അവിടെ രാജ്യത്ത് എനിക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുവാനും എനിക്കതിനൊരു പരിഹാരമുണ്ടാക്കാനും എനിക്ക് സാധിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഇടതുപക്ഷമടക്കം ഉയർത്തുന്ന വിമർശനങ്ങൾ ഇത്തരത്തിൽ സംഘപരിവാർ ക്രൈസ്തവ സഭകളെ അടിച്ചമർത്തുന്നു, അവരുടെ മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു, ഇതൊക്കെ പാഴ്വേലയാണെന്ന് തന്നെയാണ് സുനിൽ പറഞ്ഞത്. അല്ല, നമുക്ക് കാലാകാലങ്ങളിൽ അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ ആരാണെങ്കിലും ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തി അവരെ സുഖിപ്പിച്ച് അവരോടൊപ്പം നിന്ന് അവൻ്റെ ഈ കൊള്ള മുതലിൻ്റെ പങ്കും പറ്റി ഇവന്മാരെ സുഖിപ്പിച്ച് അനാവശ്യ, അതായത് ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞ് ഭൂരിപക്ഷത്തിൻ്റെ നെഞ്ചത്ത് കയറാനുള്ള ഒരു അവകാശം കൊടുക്കുക എന്ന് പറയുന്നതിനോടും നമ്മളൊരു ന്യൂനപക്ഷ സമുദായമാണെങ്കിൽ പോലും നമുക്ക് തന്നെ അനുവദിക്കാൻ പറ്റത്തില്ല. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും അവകാശങ്ങളും ആചാരങ്ങളും ഹനിക്കാതെയും ഉള്ള ഒരു സംവിധാനം വേണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും വേണം. ഇങ്ങനെയുള്ള ആശങ്കകൾ പരത്താനുള്ള അവസരം കൊടുക്കാതെ ഇനി നല്ല മെറ്റിക്കുലസ് ആയിട്ടുള്ള എന്താണ് ഈ ഒരു FCRന്റെ മെറിറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അല്ലേ? അതെ. അന്നേരം ജനങ്ങളെ സംബന്ധിച്ചുള്ള അതിനൊരു എഡ്യൂക്കേഷൻ നൽകുന്ന, അവർക്കൊരു അവയർനെസ് നൽകുന്ന ഒരു ക്യാമ്പയിനാണ് ITV ന്യൂസ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അതായത് ഈ FCRA എന്ന് പറയുന്ന ഈ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം എന്താണ്? ഈ അന്തര സംഘപരിവാർ പേടി എന്ന് പറയുന്ന ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഇതിനെ ഒരു സംഘപരിവാർ അജണ്ടയാണ്, ക്രിസ്ത്യൻ സമൂഹത്തെ നശിപ്പിക്കാനുള്ള തരത്തിലേക്കുള്ള ഒരു വർഗീയ കാർഡ് കൊടുത്ത് ഇവിടെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം. അതെ. അന്നേരം അത് സത്യം പറഞ്ഞാൽ ഇത് ഈ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടുന്നത് ഈ വിശ്വാസികളെ അവയർ ചെയ്യുക. എന്താണ് FCRA നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇവർക്ക് ദോഷമായിട്ട് സംഭവിക്കുന്നത് എന്തൊക്കെ പാലിച്ചില്ലെങ്കിലാണ് അതിനകത്ത് കൃത്യമാണ് പറയുന്നത്. അത് ഓപ്പൺ ആണല്ലോ. വർഷത്തിൽ ഒരു പ്രാവശ്യം അവരുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ചെയ്യുന്നത്, അതിനകത്ത് എന്താണ് പ്രശ്നം? അതുപോലെ ഈ കാര്യങ്ങൾക്കൊരു സുതാര്യത കൊണ്ടുവരുവാൻ, ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരുവാൻ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഉണ്ടാകുന്നതിനകത്ത് എന്താണ് തെറ്റ്? അതുപോലെ ഈ കള്ളത്തരങ്ങളും കൊള്ളത്തകളും കാണിക്കുന്നവരുടെ സ്വത്ത് കണ്ടെടുക്കുന്നതിനകത്ത് എന്താണ് തെറ്റ്? അത് രാജ്യത്തിൻ്റെ അല്ല സംഘപരിവാർക്കാരുടെ കേന്ദ്രത്തിലേക്കോ BJPയുടെ കേന്ദ്രത്തിലേക്കോ കൊണ്ടുപോകാതെ ഇതിനൊരു ഇവരുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി ആണെങ്കിൽ അവരിലേക്ക് ഈ ഫണ്ട് എത്തുന്ന തരത്തിലാണെങ്കിൽ അതിന് എന്താണ് തെറ്റ്? അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി കൃത്യമായിട്ട് ഒരു കോർപ്പസ് ഫണ്ടായിട്ട് അതിനെ മാറ്റുക. അന്നേരം ഇങ്ങനെ കിട്ടുന്ന ഇവിടെ വരുമ്പോൾ ഫണ്ട് വക മാറ്റാൻ പറ്റത്തില്ല. അന്നേരം ആ കമ്മ്യൂണിറ്റി നിന്നും പിടിച്ചെടുക്കുന്ന അവരുടെ FCRAയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോമ്പിറ്റന്റ് ഏജൻസിയിലേക്ക് അതായത് ആ നിയമപ്രകാരം അല്ലാതെ നടത്തിയ പ്രവർത്തനങ്ങളോ മറ്റ് വയലേഷൻസോ കണ്ടാൽ അത് ഈ കോമ്പിറ്റന്റ് ഏജൻസിയിലേക്ക് പോവുകയും അതിനെ ഒരു കോർപ്പസ് ഫണ്ടായി ഈ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള ഒരു കോർപ്പസ് ഫണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നതിനകത്ത് എന്താണ് തെറ്റ്? അങ്ങനെയാണ്. അതായത് ഒരു അനാഥാലയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് വരുന്നതെങ്കിൽ അനാഥാലയം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഫ്രീ ബെനിഫിഷ്യറീസ് ഉണ്ടാവണം. അന്നേരം ഇന്നും പേരിന് നമുക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക എന്ന് പറയുന്ന ആളുടെ പേരിൽ 16 സ്വകാര്യ ട്രസ്റ്റുകളാണ്. പ്രസാദം, പരമം, കൂട്ടി ഈ മറ്റേ മകാരം മാത്യു എന്ന് പറഞ്ഞ പോലെ ഈ പകാരം മത്തായി എന്ന് പറയുന്ന ഞങ്ങളുടെ കാതോലിക്കയുടെ പേരിൽ 16 ട്രസ്റ്റുകളാണ്. അതിനകത്ത് ഓരോ ട്രസ്റ്റിലും സ്പെസിഫിനുകൾ 5 കാലിന് അംഗവൈകല്യമുള്ളവർ, ഒരു ബുദ്ധി വികസിക്കാത്ത തരത്തിലുള്ള ഒരു 4 പേര്, ഒരു 8 വാർദ്ധക്യമുള്ളവർ, സ്പെസിഫിക്കുകളായിട്ട് ഓരോന്നിനകത്തും കാണിച്ചേക്കുക. എന്നിട്ട് ഈ ട്രസ്റ്റുകളുടെ പേരിലാണ് ഈ ഹവാല പടങ്ങളെല്ലാം കൊണ്ട് വരുന്നത്. എന്നാൽ ഇത് വിശ്വാസികൾക്കോ അത് അർഹതപ്പെട്ടവർക്കോ പോകുന്നില്ല. ഈ മുണ്ടക്കൈ ചൂരൽമലയുടെ ദുരന്തത്തിൻ്റെ പേരിൽ 8-9 കോടി രൂപ പിരിച്ചു. ഇതുവരെ ഒരു നയാ പൈസ പോലും കൊടുത്തില്ല. സുനാമി വന്നപ്പോൾ, വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതുപോലെ കോടാനുകോടി പിരിച്ചു. ഇവന്മാരെല്ലാം കൂടെ പിരിച്ച് പുട്ടടിച്ച് ആർക്കോ കുറച്ച് പൈസ കൊടുത്താൽ ഇതിനൊന്നും യാതൊരു കണക്കോ സംവിധാനങ്ങളോ ഇല്ല. ഈ വിദേശത്ത് നിന്ന് പോയി ഇവർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിദേശത്ത് യാത്ര നടത്തി ഇവിടുത്തെ ഹവാല വഴി ഇപ്പോൾ FCRA ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹവാല മറ്റ് കടത്തുന്ന മാർഗം വഴി ഇവർ പണം കടത്തിക്കൊണ്ടിരുന്നു. ഇതിനൊക്കെ നിയന്ത്രണം വേണ്ടേ? അപ്പോൾ ഈ സുനിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കാലാകാലങ്ങളായി ഈ പുരോഹിത വർഗം ഈ FCRA
അല്ലെങ്കിൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് തിന്നുകൊഴുക്കുന്ന ആ ഒരു തിന്നു കൊഴിച്ച് നശിപ്പിച്ച് അതിനൊരു ഇവിടുത്തെ നടപടിക്ക് സകല അവസാനം. അരാജകത്വത്തിന്റെയും അട്ടിമറികളുടെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത്, അതിനുള്ള ഫ്യൂവൽ കൊടുക്കുന്നത് ഇവന്മാരുടെ FCRA വഴി വരുന്ന ഈ കള്ളപ്പണമാണ്. ഇത് നിയന്ത്രിക്കണം. ഒന്നെങ്കിൽ ഇത് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഈ വരുന്ന പണം കൃത്യമായ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് വിനിയോഗിക്കണം. അത് ജുഡീഷ്യസ് ആയി കൊണ്ടുവരുന്നവർക്ക് മാത്രം പണം കൊണ്ടുവരാൻ അനുവദിക്കുക, അല്ലാത്തത് കൊണ്ടുവരാൻ അനുവദിക്കാതിരിക്കുക. അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ക്രൈസ്തവ സഭകൾക്ക് തന്നെയാണ് നല്ലത്. ഈ പ്രസ്ഥാനം കുറച്ചുകൂടി തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞ ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ചർച്ച ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഈ ചർച്ച തുടരും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾക്ക് നിലവിലുള്ള ആശങ്കകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ, അതോ ഇത് ഞങ്ങൾ സംസാരിച്ചതുപോലെ ഇടയ്ക്ക് സംഘപരിവാറിൻ്റെ എന്തെങ്കിലും നിഗൂഢ അജണ്ടകളുണ്ടോ? ഇത്തരത്തിലെ വിഷയങ്ങൾ തുടർന്നും നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രതീക്ഷിക്കുക. തീർച്ചയായും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.